ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡുകളായ വാട്ട്, വേർ, വെൻ, വിച്ച്, ഹൂ, അതുപോലെ ഹൗ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ വേർഡുകളാണല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ വാട്ട്, വേർ, വെൻ, വിച്ച് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ മാത്രമായിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് നീ ചെയ്യേണ്ടത്, അവിടെയാണ് നീ പോകേണ്ടത്, അങ്ങനെയാണ് അവളോട് പറയേണ്ടത്, ഇങ്ങനൊരു ടോക്ക് ഉണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൗ, വാട്ട്, വെൻ, അതുപോലെ വേർ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്, അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്നെങ്ങനെ പറയുമോ? ഇവിടെ അതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദാറ്റ്സ് വാട്ട് എന്നാണ്. എന്താണ് ദാറ്റ്സ് വാട്ട്? ഈ ദാറ്റ്സ് വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട്, അതിനെ ഷോർട്ടാക്കുമ്പം ദാറ്റ്സ് വാട്ട് എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ വാട്ട് എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ദാറ്റ്സ് വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പം ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ് യു, ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ് യു, അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ഇനി നമ്മൾ ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇതിനാണ് ഞാൻ വിളിച്ചത്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്, ഇതിനാണ് ഞാൻ വിളിച്ചത്. അവിടെ ഇതിനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ദിസ് ഈസ് വാട്ട് എന്നാണ്. നേരത്തെ നമ്മൾ അതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ്സ് വാട്ട് എന്ന് യൂസ് ചെയ്തു. എന്നാൽ ഇതിനാണ് അല്ലെങ്കിൽ ഇതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദിസ് ഈസ് വാട്ട് എന്ന് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനാണ് ഞാൻ വിളിച്ചത് എന്നെങ്ങനെ പറയും? ദിസ് ഈസ് വാട്ട് ഐ കോൾഡ്, ദിസ് ഈസ് വാട്ട് ഐ കോൾഡ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ വാട്ട് അങ്ങനെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വേർ, ഈ വേർ നമ്മൾ എവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇങ്ങനൊരു സെൻറ്റൻസ് പറയാണ്, നമുക്ക് അവിടെയാണ് പോകേണ്ടത്, നമുക്ക് അവിടെയാണ് പോകേണ്ടത്. ഇത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഇവിടെ അവിടെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദാറ്റ്സ് വേർ എന്നാണ്. ദാറ്റ്സ് വേർ, ദാറ്റ് ഈസ് വേർ, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ദാറ്റ്സ് വേർ വി നീഡ് ടു ഗോ, ദാറ്റ്സ് വേർ വി നീഡ് ടു ഗോ, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇനി സെയിം സെൻറ്റൻസിന് ഇവിടെയാണ് നീ നിൽക്കേണ്ടത് എന്നെങ്ങനെ പറയും? സിമ്പിളായിട്ട് പറയാലേ, ദിസ് ഇസ് വേർ, ദിസ് ഇസ് വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നീ നിൽക്കേണ്ടത്. യു ഷുഡ് സ്റ്റാൻഡ്, നീ നിൽക്കേണ്ടത്. അപ്പം ഇവിടെയാണ് നീ നിൽക്കേണ്ടത് എന്നെങ്ങനെ പറയും? ദിസ് ഇസ് വേർ യു ഷുഡ് സ്റ്റാൻഡ്, ഇവിടെയാണ് നീ നിൽക്കേണ്ടത്. അപ്പം അതാണ്, ഇതാണ്, അവിടെയാണ്, ഇവിടെയാണ് എന്ന് പറയാൻ പഠിച്ചല്ലോ. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, വൈ എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ അതായിരിക്കും. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെയുള്ള സെൻറ്റൻസ് പറയാം കേട്ടോ. വൈ ഏത് രീതിക്കാണ് നമ്മൾ വേറെ യൂസ് ചെയ്യുന്നത് എന്ന് പറയാം. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഹൗ ആണല്ലേ. ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്നാണ്. എന്നാൽ നമ്മൾ മലയാളത്തിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊരുപാട് വാക്കുകൾ പറയാറുണ്ട്. അങ്ങനെയാണ് നീ പഠിക്കേണ്ടത് അല്ലേ. ഇവിടെ അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദാറ്റ്സ് ഹൗ എന്നാണ്. ദാറ്റ് ഈസ് ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്നാണ്. അപ്പം അങ്ങനെയാണ് നീ പഠിക്കേണ്ടത് എന്നെങ്ങനെ പറയും? ദാറ്റ്സ് ഹൗ യു ഷുഡ് ലേൺ, ദാറ്റ്സ് ഹൗ യു ഷുഡ് ലേൺ, അങ്ങനെയാണ് നീ പഠിക്കേണ്ടത്. ഇനി നമ്മളൊരു കിച്ചണിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരാളെ പഠിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദിസ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി മെയ്ഡ്, ദിസ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി മെയ്ഡ്, ഇങ്ങനെയാണ് ഇതുണ്ടാക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് അതാണ്, ഇതാണ്, അവിടെയാണ്, ഇവിടെയാണ്, അതുപോലെ തന്നെ അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വൈ യൂസ് ചെയ്തുകൊണ്ടും കൂടി നമുക്ക് പഠിക്കാനുണ്ട്.
അത് വൈൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഒന്നായിട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ വൈ എടുക്കാത്തത് ഞാൻ ഓർത്തില്ല. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വൈനെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് ഞാൻ ആ സമയത്ത് ക്ലാസ് എടുത്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ മോളിലുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.